ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കകം തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യുന്ന പാത്രം ഒന്ന് ഗ്രേസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നല്ല എടുത്തിരിക്കുന്നത്. ഇനി ഈ കോൺഫ്ലോർ മിക്സിലേക്ക് നമ്മുടെ ഹൽവയ്ക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും ആ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ആ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സാധാ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അത്രയും നെയ്യുടെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് അളവിൽ മതി. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കാഷ്നട്ടോ കടലയോ ബദാമോ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് പൊടിച്ചത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഷുഗർ സിറപ്പും ബ്രെഡും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കൈവിടാതെ കണ്ടിന്യൂസ് ഇത് നല്ല തിക്കാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മുഴുവനും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് സെറ്റാകാനും കൂടി ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ 10 മിനിറ്റായി. നമ്മുടെ ബ്രെഡ് ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഹൽവ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ മിനിറ്റുകൾക്കകം റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.